വേദനയുടെ നടുവിലും ആരാധിക്കുന്നവന് വേണ്ടി അസാധാരണമായ അത്ഭുതങ്ങൾ ദൈവം ചെയ്യും. എന്താണ് തെളിവ്? അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ 3 തവണയാണ് അപ്പോസ്തലന്മാർ കാരാഗ്രഹത്തിലകപ്പെട്ടത്. 5-ാം അധ്യായത്തിൽ പത്രോസിനെയും യോഹന്നാനെയും കാരാഗ്രഹത്തിൽ അന്നത്തെ മതസമൂഹം അടച്ചപ്പോൾ അന്ന് രാത്രിയിൽ ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി വന്ന് അവർ കാരാഗ്രഹത്തിന് വെളിയിലേക്ക് വന്നു. പിറ്റേ ദിവസം ശലോമോൻ്റെ മണ്ഡപത്തിൽ നിന്നുകൊണ്ട് അവർ പ്രസംഗം നടത്തുന്ന കാഴ്ചയാണ് ജനക്കൂട്ടം കണ്ടത്. രണ്ടാമത് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 12-ാം അധ്യായത്തിൽ യാക്കോബിനെ വാൾ കൊണ്ട് കൊന്ന് പത്രോസിനെ കൊല്ലാൻ ഭാവിച്ചിരിക്കുമ്പോൾ അന്നു രാത്രിയിലും അറയിൽ വെളിച്ചം പ്രകാശിച്ചു. ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി വന്നു. ശരീരത്തിൽ മേൽ നിന്ന് ചങ്ങലകൾ വീണുപോയി. 1-ാം കാവലും 2-ാം കാവലും കടന്ന് പട്ടണത്തിൻ്റെ വലിയ വാതിൽ കടന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സഭയുടെ വാതിലിൽ പത്രോസ് വന്ന് മുട്ടുകയാണ്. 2 തവണയും ദൂതനിറങ്ങി വന്ന് അപ്പോസ്തലന്മാരെ കാരാഗ്രഹത്തിനകത്തുനിന്ന് പുറത്തു കൊണ്ടുവരികയാണ്. ഇത് 3-ാം തവണ 16-ാം അധ്യായത്തിൽ പൗലോസും ശീലാസും കാരാഗ്രഹത്തിൽ കിടക്കുകയാണ്. ഫിലിപ്പിയിൽ സംഭവിച്ച വസ്തുതകളുടെ അനന്തരഫലമായി അവരെ കാരാഗ്രഹത്തിനകത്തേക്ക് പിടിച്ചടയ്ക്കുമ്പോൾ വെറുതെ കാരാഗ്രഹത്തിൽ അടയ്ക്കുകയല്ല, കോലുകൊണ്ട് വളരെ അടുപ്പിച്ച ശേഷം എന്നാണ് തിരുവെഴുത്ത് പറയുന്നത്. യഹൂദൻ്റെ 1 കുറയെ 40 അടിയല്ല, റോമൻ പട്ടാളത്തിൻ്റെ അടിയാണ്. വളരെ അടുപ്പിച്ചു എന്ന് പറയുമ്പോൾ തന്നെ കമ്പിന് അടികൊണ്ട് തോല് പൊട്ടി കാരാഗ്രഹത്തിൽ കിടക്കുകയാണ്. കാലാമത്തിലോട്ട് പൂട്ടിയിട്ടുണ്ട്. അപ്പോൾ അന്ന് രാത്രി ആരാധിക്കാൻ, സ്തോത്രം ചെയ്യാൻ പരിശ്രമിക്കുമ്പോഴൊക്കെ ശരീരത്തിന് വല്ലാതെ വേദന ഉണ്ടാകും. പക്ഷേ എന്തായിരിക്കാം അന്ന് രാത്രി അവരെ ആരാധിക്കാൻ അല്ലെങ്കിൽ സ്തുതിക്കാൻ പ്രേരിപ്പിച്ച ഘടകം? ആ ഘടകം 2 തവണ കാരാഗ്രഹത്തിൽ പോയ അപ്പോസ്തലന്മാർ പറഞ്ഞു കാണും, ദൂതനിറങ്ങി വന്നിട്ടുണ്ട്. ഇവർക്കൊരു പ്രതീക്ഷയുണ്ട് കേട്ടോ, ദൂതനിറങ്ങി വരും. ഞാനൊരു ഭാവന കൂടെ ചേർത്ത് വെക്കാം. 2 തവണ പോയ ദൂതനോട് ദൈവം നിശ്ചയമായും പറഞ്ഞു കാണും, ഇത്തവണയും നീ തന്നെ പോകണം, അവരെ കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരണം. അങ്ങനെ കൽപ്പന കൊടുത്തിട്ട് ദൈവം വിശ്രമിക്കുമ്പോഴായിരിക്കാം, ഒരുപക്ഷേ 2 കാരാഗ്രഹത്തിൽ ഉറക്കമായിരുന്നു, പത്രോസിനെയൊക്കെ തട്ടി എഴുന്നേൽപ്പിക്കുകയായിരുന്നു. പക്ഷേ പൗലോസും ശീലാസും ഈ അസാമാന്യമായ വേദനയുടെ നടുവിൽ അസാധാരണമായി ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു. അവർക്ക് അന്ന് രാത്രി ഉറങ്ങാൻ കഴിഞ്ഞില്ല. അങ്ങനെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നപ്പോൾ വേദന വർദ്ധിക്കും തോറും അവർ ആരാധിച്ചു, സങ്കടം വർദ്ധിക്കും തോറും ആരാധിച്ചു. വേദനയുടെ നടുവിലും ആരാധന അവസാനിപ്പിക്കാതിരുന്നപ്പോൾ ഇറങ്ങാൻ നിന്ന ദൂതനോടൊരു പക്ഷേ ദൈവം പറഞ്ഞു കാണും, ഇന്ന് രാത്രി നീ പോകണ്ട, ഞാൻ പോകാം. ആരും അറിയാതെയല്ല, എല്ലാവരും അറിയുന്നത് പോലെ ഫിലിപ്പിയൻ കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനങ്ങൾ കുലുക്കിക്കൊണ്ട് ദൈവം ഇറങ്ങി വന്ന് പിടിച്ചു വെച്ചവർ കാണുക ഒരു അത്ഭുതം ചെയ്തെങ്കിൽ, എന്നെ പകയ്ക്കുന്നവർ കണ്ട് ലജ്ജിക്കേണ്ടതിന് നന്മയ്ക്കായി ഒരു അടയാളം നൽകാമെന്ന് വാഗ്ദത്തം ചെയ്ത ദൈവം